ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ഭരണത്തിലേറിയതിനു ശേഷം സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മാത്രമല്ല, ഭൂരഹിത ഭവനരഹിത ഏലംകുളം എന്ന സ്വപ്നം കൂടി ഭരണസമിതി ലക്ഷ്യമിടുന്നുണ്ട്. മാത്രമല്ല, തുടർഭരണം കൂടി ലക്ഷ്യമിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് ഇതിനെ വിലയിരുത്തേണ്ടി വരും. പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട് സുധീർ ബാബു, വൈസ് പ്രസിഡന്റ് സുനിത പള്ളത്തുണ്ട്, സ്ഥിരം സമിതി അധ്യക്ഷരുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. പഞ്ചായത്ത് കുറച്ച് കാലം മുമ്പ് വരെ UDFൻ്റെ കയ്യിലായിരുന്നു, പിന്നീട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി, പിന്നെ LDFൻ്റെ കയ്യിലായി. EMSൻ്റെ നാട് LDFൻ്റെ കയ്യിലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങൾ പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ബഡ്ജറ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? എങ്ങനെയൊക്കെ ജനോപകാരപ്രദമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടും എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി ഉള്ളൊരു ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 4 വർഷമായി ഇവിടെ ഭരിച്ചിരുന്ന UDFൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു. എന്നാൽ അവർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത പ്രധാനപ്പെട്ട ഒട്ടേറെ പദ്ധതികളുണ്ട്. അതിലൊന്നാണ് പാവപ്പെട്ട ഹിന്ദു സമുദായക്കാർക്ക് ശ്മശാനം എന്നുള്ള ഒരു പദ്ധതി. അതിവിടെ ശ്മശാനം ഓൾറെഡി ഉണ്ട്. ഈ 4 വർഷമായി അതിനുവേണ്ട ഒന്നും ചെയ്യാതെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിരുന്നത്. മറ്റൊന്നാണ്, അതിന് നമ്മൾ ഏകദേശം 5 ലക്ഷം രൂപ ഈ സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിട്ടുണ്ട്. മറ്റൊന്നാണ് MCF മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 4 വർഷമായി ഈ MCF പഴയത് എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതിൽ നിന്ന് ഒന്നും മുൻപോട്ട് പോകുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സാമ്പത്തിക വർഷം അതിന് ഏകദേശം 25 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് അത് പുനരുദ്ധാരണം നടത്തി ബാക്കിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. മറ്റൊന്നാണ് പകൽ വീട്. ഈ സാമ്പത്തിക വർഷം തന്നെ നമുക്കത് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോകും. മറ്റൊന്നാണ് ഏലംകുളം നമ്മളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ട അവിടെ ഒരു കെട്ടിട നിർമ്മാണം. ഏകദേശം 18 ലക്ഷം രൂപ കഴിഞ്ഞ ഭരണസമിതി, ഞങ്ങളൊക്കെ ഇരിക്കുന്ന ഭരണസമിതി വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വകയിരുത്തി എന്നുള്ളതല്ലാതെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നമുക്കെന്താ വെച്ചാൽ അനുമതി കിട്ടിയിരുന്നു. അത് പൊളിച്ചു മാറ്റുന്നതിന് വേണ്ടി DHSൽ നിന്ന് ഇവിടുന്ന് ഒരു ലെറ്റർ പോലും അയക്കാതെയാണ് 8 മാസമായി കഴിഞ്ഞ ഭരണസമിതി ഇവിടെ ഇരുന്നിരുന്നത്. ഞങ്ങൾ വന്നതിന് ശേഷം ഈ സാമ്പത്തിക വർഷത്തിൽ ഈ 2 മാസം മുൻപാണ് അതിന് ലെറ്റർ അയച്ചത്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ ആ 18 ലക്ഷം ചെലവഴിക്കുന്നതിന് വേണ്ടി കഴിയുകയില്ല. അടുത്ത സാമ്പത്തിക വർഷത്തിൽ മാത്രമാണ് അത് ചെലവഴിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും ജനത്തിന് വളരെയേറെ ഐശ്വര്യപൂർണമായ ഒരു ബജറ്റാണ് ഇവിടെ ഈ സാമ്പത്തിക വർഷം അവതരിപ്പിച്ചിട്ടുള്ളത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ 2025-26 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചതിൽ ഭൂരഹിത ഭവനരഹിതരില്ലാത്ത ഏലംകുളം പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടിരിക്കുന്നത്. പാർപ്പിട മേഖലയിൽ ഊന്നിക്കൊണ്ട് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണ ബജറ്റിൽ പ്രധാനമായിട്ടും ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. വയോജനങ്ങൾക്കായും ഭിന്നശേഷിക്കാർക്കായും ഉൽപ്പാദന മേഖലയിലും പട്ടികജാതി വികസന മേഖലയിലും നിരവധി ഫണ്ടുകൾ വകയിരുത്തിയിട്ടുണ്ട്. ആകെ വരവായിട്ട് 30,12,39,453 രൂപയും ചെലവായിട്ട് 29,78,90,000 ചെലവും നീക്കി ബാക്കിയായി 33,49,453 നീക്കി ബാക്കിയായിട്ടുള്ള ഒരു ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മറ്റ് ഭരണകക്ഷികൾ പ്രതിപക്ഷവും ഐക്യകണ്ഠമായിട്ടാണ് ഈ ബജറ്റിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് ഇനി ചർച്ചകളിലേക്ക് കടക്കാനുണ്ട്. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറയുന്നത് സമഗ്ര പുരോഗതി കഴിഞ്ഞ UDF ഭരണകാലത്ത് ഉണ്ടായിരുന്ന ചില കാര്യങ്ങളൊക്കെ അവർ എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ മാറ്റി പുതിയ ഭരണസമിതി ഇനി ഇവിടെ വിപ്ലവാത്മകമായ വികസനം തീർക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമ്മോടൊപ്പം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷനാണ്. ഈ ബഡ്ജറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു? ഇത് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന തരത്തിൽ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിയും? 25-26 വർഷത്തെ ബജറ്റ് മിച്ച ബജറ്റാണ്. 33 ലക്ഷത്തിൽ പരം രൂപ മിച്ചമായിട്ടുള്ള ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഈ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ വികസന പ്രവർത്തനങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്.
പ്രത്യേകിച്ച് വീടില്ലാത്ത ആളുകൾക്ക് വീട് വയ്ക്കുന്നതിനും വീട് കൊടുക്കുന്നതിനും ഭൂമി കൊടുക്കുന്നതിനും ഉള്ള പരിപാടികൾ അതിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏകദേശം 428ഓളം വീടുകൾ ഇപ്പോൾ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിൽ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോൾ ബാക്കി വന്നിട്ടുള്ള ആളുകൾക്ക് കൂടി ഭൂമിയും വീടും കൊടുക്കുന്നതിനുള്ള പദ്ധതിക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്. മറ്റ് കാർഷിക രംഗത്താണെങ്കിലും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക്, വയോജനങ്ങൾക്ക് തുടങ്ങിയിട്ടുള്ള യുവാക്കൾക്ക് വ്യവസായങ്ങൾ വ്യാപകമായി വർദ്ധിപ്പിക്കുന്നതിനും അതുമൂലം തൊഴിൽ ചെയ്യുന്നതിനും കുടുംബശ്രീ മുഖാന്തരം വലിയ പദ്ധതികളാണ്, പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. EMSന്റെ ജന്മനാടായ ഏലംകുളത്ത് സമഗ്ര വികസനം, സമഗ്ര പുരോഗതി, താഴെത്തട്ടിൽ വികസനം എത്തിക്കുന്ന തരത്തിൽ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും പാർപ്പിടം, അതുകൂടാതെ വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് അതുപോലെ തന്നെ വനിതകളെ ചേർത്ത് പിടിച്ച് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ബഡ്ജറ്റാണ് ഇത്തവണ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ആ ബഡ്ജറ്റ് താഴെത്തട്ടിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ ആശംസിക്കുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് ഉണ്ട്, അതുപോലെ മെമ്പർമാരായ സമദ് താമരശ്ശേരി, സ്വപ്ന സുബ്രഹ്മണ്യനുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇവിടെ കൊണ്ട് പ്രധാനപ്പെട്ട ആളുകൾ മാത്രം ഇപ്പോൾ ക്യാബിനിലേക്ക് വന്നു എന്നുള്ളൂ. ഏതായാലും ഏലംകുളം പഞ്ചായത്ത് തുടർഭരണം ലക്ഷ്യമിട്ടാണ് എന്ന് പലരും പറഞ്ഞു വെക്കുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് തന്നെ ആവട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആശംസിക്കുന്നു. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര.